BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. രാജ്യത്തിന്റെ ശാസ്ത്ര സ്വപ്നങ്ങൾക്ക് ഗതിവേഗം നൽകി ചാന്ദ്ര ദൗത്യത്തിൽ പങ്കാളികളാകാൻ ബഹ്റൈൻ തീരുമാനിച്ചു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററുമായി സഹകരിച്ച് ചാന്ദ്ര പര്യവേഷണം നടത്തുമെന്ന് ബഹ്റൈൻ നാഷണൽ സ്പേസ് സയൻസ് ഏജൻസി പ്രഖ്യാപിച്ചു. ബഹ്റൈൻ ഇന്റർനാഷണൽ എയർ ഷോയുടെ ഭാഗമായാണ് മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററുമായി NSSയെ സംബന്ധിച്ച ധാരണയിലെത്തിയത്. NSS വികസിപ്പിച്ചെടുത്ത ഹൈടെക് നാവിഗേഷൻ ക്യാമറകൾ ചാന്ദ്ര ദൗത്യത്തിന് സഹായകരമാകും. ചന്ദ്രന്റെ പരുക്കൻ പ്രതലത്തിന് അനുയോജ്യമായ രീതിയിലാണ് ഈ റോവർ ക്യാമറകൾ വികസിച്ചിരിക്കുന്നത്. ഈ ക്യാമറകൾ റോവറിന്റെ നാവിഗേഷനിൽ നിർണായക പങ്കുവഹിക്കും. ചന്ദ്രന്റെ ഉപരിതലം പരിശോധിക്കാനും മണ്ണിന്റെ സാമ്പിളുകൾ വിശകലനം ചെയ്യാനും ഇത് സഹായകമാകും. ചന്ദ്രോപരിതലത്തിന്റെ സ്റ്റീരിയോസ്കോപ്പി ഇമേജുകൾ സൃഷ്ടിക്കാൻ 2 ക്യാമറകൾ ഉപയോഗിക്കും. മറ്റ് 2 ക്യാമറകൾ റോവറിന്റെ ചലനം നിരീക്ഷിക്കും. ചാന്ദ്ര പര്യവേഷണത്തിന് മനുഷ്യ ദൗത്യങ്ങൾക്കും വേണ്ടിയുള്ള ആർട്ടമസ് ഉടമ്പടി ഒപ്പിട്ട രാജ്യമാണ് ബഹ്റൈൻ. ഈ ഉടമ്പടി US അടക്കമുള്ള രാജ്യങ്ങളുടെ സഹായവും സഹകരണവും ചാന്ദ്ര ദൗത്യങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നു. മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററുമായുള്ള സഹകരണം സുപ്രധാനമായ ശാസ്ത്ര നേട്ടമാണെന്ന് NSS CEO ഡോക്ടർ മുഹമ്മദ് ഇബ്രാഹിം അൽ അസീരി പറഞ്ഞു. ഈ നേട്ടം ബഹ്റൈനെ ശാസ്ത്ര മേഖലയിൽ മികച്ച നേട്ടം കൈവരിക്കുകയെന്ന് ഹമദ് രാജാവിന്റെ ദർശനം സാക്ഷാത്കരിക്കുക ിലേക്ക് അടുപ്പിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബഹ്റൈന്റെ ഇന്റർനാഷണൽ എയർ ഷോ 2024 സുപ്രധാന ആകർഷണമാണ് എമിറേറ്റ്സിന്റെ എയർബസ് A380. 2 നിലകളും 4 എഞ്ചിനുകളുമുള്ള വിമാനം അക്ഷരാർത്ഥത്തിൽ ഒരു പറക്കുന്ന കൊട്ടാരമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ വിമാനമാണ് A380. സൂപ്പർ ജംബോ എന്ന പേരിലും A380 അറിയപ്പെടുന്നു. 3 യാത്രാ വിഭാഗങ്ങളുള്ള രീതിയിൽ 525 യാത്രക്കാരെയും ഇക്കണോമി വിഭാഗം മാത്രമുള്ള രീതിയിൽ 853 യാത്രക്കാരെയും ഉൾക്കൊള്ളാൻ A380 സാധിക്കും. 2 നീലത്തെളിമങ്ങളുടെ നീളവും 5 ജിറാഫുകളുടെ പൊക്കവുമുണ്ട്. നവീകരിച്ച ഇന്റീരിയറും ഏറ്റവും പുതിയ തലമുറ ആഡംബര സീറ്റുകളുമാണ് എമിറേറ്റ്സിന്റെ പുതിയ A380 വിമാനങ്ങളുടെ പ്രത്യേകത. ക്രീം ടോണുകളിലുള്ള വിശാലമായ ക്യാബിൻ ആകർഷണീയമാണ്. പുതിയ പ്രീമിയം ഇക്കണോമിക് ക്യാബിനിൽ ഫസ്റ്റ് ക്ലാസ് ഷവർ, സ്പായ് അടക്കം സജ്ജീകരിച്ചിരിക്കുന്നു. ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ സീറ്റ് 0 ഗ്രാവിറ്റി മോഡിലേക്ക് സജ്ജമാക്കാൻ സാധിക്കും. എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. ബിസിനസ് ക്ലാസ്സിൽ ഫ്ലൈറ്റ് റിഫ്രഷറുകളും 20 ഇഞ്ച് HD TVയും സുഖമായി കിടന്നുറങ്ങാനുള്ള സൗകര്യവുമുണ്ട്. പ്രീമിയം, ഇക്കണോമിക് ക്യാബിൻ, ഇക്കണോമിക് ക്ലാസ് എന്നിവയും മികച്ച സൗകര്യങ്ങൾ നൽകുന്നവയാണ്. ബഹ്റൈനിലെ മുൻനിര വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷം ബഹിരാകാശ സംബന്ധിയായ കോഴ്സുകളിൽ ചേരാൻ അവസരം ലഭിക്കും. നാഷണൽ സ്പേസ് സയൻസ് ഏജൻസിയും BRS ലാബുമായി ഈ മേഖലയിൽ പ്രത്യേക വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചു. വിപണിയുടെ ആവശ്യകതകൾക്കനുസരിച്ച് വിദ്യാഭ്യാസം പ്രദാനം ചെയ്യാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങൾക്ക് അനുസൃതമായാണ് കരാർ. തൊഴിൽ വിപണി, ബഹിരാകാശ മേഖലയിൽ ബഹ്റൈന്റെ സ്ഥാനം ഉയർത്താനുള്ള ഹമദ് രാജാവിന്റെ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിന് ഇത് അവസരമൊരുക്കും. 100-ലധികം വിദ്യാർത്ഥികൾക്ക് സൗജന്യ അവസരങ്ങളും ലഭ്യമാകും. 12 മുതൽ 16 വരെ പ്രായമുള്ള മിടുക്കനായ യുവാക്കൾക്ക് വേനൽക്കാലത്ത് ഓൺലൈൻ പരിശീലന കോഴ്സുകളിൽ പങ്കെടുക്കാൻ സാധിക്കും. വിദ്യാർത്ഥികളെ ശാസ്ത്രം, സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതശാസ്ത്രം എന്നീ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് പുതിയ തീരുമാനമെന്ന് SNCS ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ ഇബ്രാഹിം അൽ അസീരി പറഞ്ഞു. 2025 വേനൽക്കാലത്ത് 30 വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ കോഴ്സുകളിൽ ചേരാൻ അവസരം നൽകാനാണ് കരാർ ലക്ഷ്യമിടുന്നത്. ഈ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ മന്ത്രാലയവുമായി സഹകരിച്ച് SNCയെ തിരഞ്ഞെടുക്കും. ബഹിരാകാശ മേഖലയിലും വിവിധ ശാസ്ത്രങ്ങളിലും വിദ്യാഭ്യാസത്തിലും പരിശീലനത്തിലും ഏർപ്പെടാനും ഭാവിയുടെ അവിഭാജ്യ ഘടകമായി മാറാനും ഈ കോഴ്സുകൾ വിദ്യാർത്ഥികളെ സഹായിക്കും. വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള നിർദ്ദിഷ്ട നിയമം സർക്കാർ തള്ളി. ഗതാഗത കുരുക്ക് ലഘൂകരിക്കാനാണ് നിർദ്ദിഷ്ട നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇത് അവതരിപ്പിച്ച MPമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ നിലവിലുള്ള നിയമം ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നതിൽ ബിൽ അനാവശ്യമാണെന്നും ബിൽ ഭരണഘടനാപരമായ മൗലിക അവകാശങ്ങളെ ലംഘിക്കുന്നുവെന്നും സർക്കാർ വ്യക്തമാക്കി. റോഡുകളിലെ വിദേശ ഡ്രൈവർമാരുടെ എണ്ണം പരിമിതപ്പെടുത്തി ഗതാഗത കുരുക്ക് ലഘൂകരിക്കാനാണ് ഇതിലൂടെ MPമാർ നിർദ്ദേശിച്ചത്. നിലവിലുള്ള ട്രാഫിക് നിയമം അനുസരിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പൗരന്മാർക്കും താമസക്കാർക്കും ഒരുപോലെ ബാധകമാണ്. നിർദ്ദിഷ്ട നിയമം ഭരണഘടനയ്ക്കും പൗരരാഷ്ട്രീയ അവകാശങ്ങൾ സംബന്ധിച്ച അന്താരാഷ്ട്ര വ്യവസ്ഥകൾക്കും വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
മുൻവർഷങ്ങളിലേതിനേക്കാൾ മികച്ച സൗകര്യങ്ങളാണ് ബഹ്റൈൻ ഇന്റർനാഷണൽ എയർ ഷോ ഓർഗനൈസിംഗ് കമ്മിറ്റി ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. 125 വ്യത്യസ്ത എയർക്രാഫ്റ്റുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എയർ ഷോയിൽ പൂർണ്ണമായും ബുക്ക് ചെയ്ത ചാലറ്റുകൾ, 60 കമ്പനികൾക്കുള്ള എക്സിബിഷൻ ഹാൾ, സ്റ്റാറ്റിക് ഫ്ലൈഡ് ഡിസ്പ്ലേകൾക്കുള്ള ഒരു എയർക്രാഫ്റ്റ് ഡിസ്പ്ലേ ഏരിയ, കുടുംബങ്ങൾക്കായി പ്രത്യേക മേഖല എന്നിവയുമുണ്ട്. എമിറേറ്റ്സിന്റെ 400-ലധികം യാത്രക്കാരെ വഹിക്കുന്ന എയർബസ് B-52, F-35, ടൈഫൂൺ, F-16, മിറാജ് 2000 എന്നിവയുൾപ്പെടെ പുതിയ വിമാനങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വാണിജ്യ ബിസിനസ് ജെറ്റുകൾ, ചരക്ക് ചെറു വിമാനങ്ങൾ അടക്കം നിരവധി വിമാനങ്ങളും പ്രദർശനത്തിലുണ്ട്. എഞ്ചിനീയർമാർ, പൈലറ്റുമാർ, ബഹിരാകാശ യാത്രികർ, ക്രാഫ്റ്റിംഗ് സിമുലേറ്ററുകൾ എന്നിവ സംബന്ധിച്ച വർക്ക്ഷോപ്പുകളും നടക്കുന്നു. ഏവിയേഷൻ മ്യൂസിയം, സയൻസ് ഷോകൾ, ഫോട്ടോ ചുവരുകൾ, സെൽഫി പോയിന്റുകൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. ഗ്രാൻഡ് എയ്ഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും സർക്കാർ ബാധ്യതയല്ലെന്ന ധനവകുപ്പ് നിലപാടിന് കാരണം കോടതി വ്യവഹാരങ്ങളും സർക്കാരിനെതിരെയുണ്ടായ വിധികളും ഇതുവഴിയുണ്ടായ സാമ്പത്തിക ബാധ്യതയും പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവയും സ്വയാർജിത വരുമാനത്താൽ മുന്നോട്ടു പോകേണ്ടതുമായ സ്ഥാപനങ്ങളാണ് ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ. പ്രവർത്തന സഹായം എന്ന നിലയിലാണ് സർക്കാർ ഗ്രാൻഡായി അനുവദിക്കുന്നത്. ജീവനക്കാരുടെ ശമ്പളവും പെൻഷനുമെല്ലാം അതാത് സ്ഥാപനങ്ങൾ കണ്ടെത്തണം. എന്നാൽ ഇവിടങ്ങളിലെ ജീവനക്കാർ ശമ്പളം, പെൻഷൻ എന്നിവയിൽ വർധനവും കുടിശ്ശികയും ആവശ്യപ്പെട്ട് സർക്കാരിനെതിരെ കേസുകൾ ഫയൽ ചെയ്യുകയും തുക നൽകാൻ കോടതി വിധിയിലൂടെ സർക്കാർ നിർബന്ധിതമാവുകയും ചെയ്തതോടെയാണ് ധനവകുപ്പ് നിലപാട് കടുപ്പിച്ചത്. ഇത്തരം സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഏതെങ്കിലും തുക ആവശ്യപ്പെട്ട് ഗവൺമെന്റ് സെക്ടർമാരെ എതിർകക്ഷിയായി കേസുകൾ ഫയൽ ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ അപ്പോൾ തന്നെ ഇവ സർക്കാർ ബാധ്യത അല്ല എന്ന് ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ട വകുപ്പുകളും സ്ഥാപനങ്ങളും കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്യണമെന്നും സർക്കുലറിൽ പറയുന്നു. ഇത്തരം കേസുകളിൽ സർക്കാർ പണം നൽകേണ്ടി വരുന്ന സാഹചര്യമുണ്ടായാൽ ബന്ധപ്പെട്ട സ്ഥാപന അധികാരിയിൽ നിന്നും ഈ തുക ഈടാക്കുമെന്ന മുന്നറിയിപ്പും സർക്കുലറിലുണ്ട്. മലപ്പുറം കോട്ടക്കലിൽ പള്ളിയിൽ വെച്ച് സഹോദരങ്ങളെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ 9 പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു. സാക്ഷിമൊഴികൾ വിശ്വസനീയമല്ലെന്നും കുറ്റാരോപണം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നും വിലയിരുത്തിയാണ് കോട്ടക്കൽ, കുറ്റിപ്പുറം, ആലിക്കൽ ജുമാ മസ്ജിദ് ഇരട്ടക്കൊലക്കേസ് പ്രതികളെ വെറുതെ വിട്ടത്. മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രതികളായ അബ്ദു സുഫിയാൻ, യൂസുഫ് ഹാജി, മുഹമ്മദ് നവാസ്, ഇബ്രാഹിം കുട്ടി, മുജീബുർ റഹ്മാൻ, സെയ്ദ് അലവി, മൊയ്തീൻ കുട്ടി, അബ്ദുൾ റഷീദ് തുടങ്ങിയവരെയാണ് ജസ്റ്റിസ് PB സുരേഷ് കുമാർ, ജസ്റ്റിസ് C പ്രദീപ് കുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വെറുതെ വിട്ടത്. സെഷൻസ് കോടതി ഉത്തരവിനെതിരെ പ്രതികൾ നൽകിയ അപ്പീൽ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.